എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ ആയിരിക്കണം കേരള ജനത ബെക്കാടി കുടിക്കേണ്ടത്. അതായിരുന്നു വടശ്ശേരി ദാമോദര മേനോൻ സതീശന്റെ ജീവിതാഭിലാഷം. അതിനോടൊപ്പം കേരള സർക്കാരിന്റെ നികുതി വരുമാനവും വർദ്ധിക്കണം. അതിന് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ അദ്ദേഹം ഇങ്ങനെ അവതരിപ്പിച്ചു. ജനങ്ങൾ അവർക്ക് ഫീൽ ചെയ്യാതെ മേടിക്കണം ടാക്സ്, ഭരണാധികാരി ടാക്സ് മേടിക്കണം. അപ്പോ ടാക്സ് ഒരു ശിക്ഷയാണ്, സന്നദ്ധരായി ടാക്സ് കൊടുക്കാൻ പറ്റണം. അതിന് കേട്ടില്ലേ, മനസ്സറിയാതെ വേണം ജനം നികുതി കൊടുക്കേണ്ടത്. നികുതി കൊടുക്കുകയാണെന്ന് തോന്നലില്ലാതെ അവരെ കൊണ്ട് നികുതി കൊടുപ്പിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? ജനത്തെ കുടിച്ചു പൂസാക്കിക്കുക. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ ബാക്കി ഭാഗം കൂടി കേട്ടാൽ നമുക്കത് കൃത്യമായി മനസ്സിലാകും. സന്നദ്ധരായി ടാക്സ് കൊടുക്കാൻ പറ്റണം. അതിന് ടാക്സിന്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. 1000 പേര് ടാക്സ് കൊടുക്കുന്ന സ്ഥലത്ത് ആ 1000 പേരുടെ എണ്ണം 1 ലക്ഷമാക്കി വർദ്ധിപ്പിക്കണം. എന്നിട്ട് ടാക്സ് കുറയ്ക്കണം. അപ്പൊ എല്ലാവരും ടാക്സ് അടയ്ക്കും. നോക്കൂ, കൃത്യമായി തന്നെയാണ് പറയുന്നത്. 1000 പേർ ടാക്സ് കൊടുക്കുന്ന സ്ഥാനത്ത് ആ എണ്ണം 1 ലക്ഷമാക്കണം. എന്നിട്ട് ടാക്സ് കുറയ്ക്കണം. ഇതല്ലേ അദ്ദേഹം ബെക്കാടിയുടെ കാര്യത്തിൽ ചെയ്തത്? നിലവിൽ കേരളത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ നികുതി 251%. ഈ നികുതി 120%മാക്കിയാൽ കുടിയന്മാരുടെ എണ്ണം ഇന്നുള്ളതിന്റെ 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെ സർക്കാരിന്റെ നികുതി വരുമാനം ഉയരും. വി.ഡി. സതീശന്റെ ഈ ഐഡിയ മനസ്സിൽ വെച്ച് വേണം നാം ഇപ്പോഴത്തെ ബെക്കാടി വിവാദത്തെ സമീപിക്കേണ്ടത്. ആദ്യം നമുക്ക് വി.ഡി. സതീശൻ ഈ ബെക്കാടി ഫയൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് പരിശോധിക്കാം. അതിന് 2 ഘട്ടങ്ങളുണ്ട്. 2024 മാർച്ച് 5 രാത്രി 9:26 അന്നത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS ബെക്കാടി ഫയൽ അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാലിന് കൈമാറിയത്. തൊട്ടുപിറ്റേന്ന്, അതായത് മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഓഫീസിൽ ഈ ഫയൽ കിട്ടിയതിന്റെ തൊട്ടുപിറ്റേന്ന് വി.ഡി. സതീശൻ ഇതാ ഈ കാണുന്ന പത്രസമ്മേളനം നടത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോ 250 300 ഒക്കെയാണല്ലോ ഇപ്പൊ നികുതി. അത് 100-ൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് വേണ്ട. നോക്കൂ, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാൻ കഴിയുമോ എന്നാരായുന്ന ഒരു ഫയൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ അതേ നിമിഷം ആ വിവരം അന്നത്തെ പ്രതിപക്ഷ നേതാവിന് ചോർന്നു കിട്ടി. ഒരു നിമിഷം ആലോചിക്കാതെ ആ നീക്കത്തിൽ അഴിമതി ആരോപിച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. എന്തായിരുന്നു ആരോപണം? സർക്കാരിന്റെ ഖജനാവിലെത്തേണ്ട കോടിക്കണക്കിന് രൂപ ഡിസ്റ്റിലറികളിൽ എത്താൻ നടത്തുന്ന വഴിവിട്ട നീക്കം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. 2024 മാർച്ച് 5 KN ബാലഗോപാലിന്റെ കയ്യിൽ കിട്ടിയ ആ ഫയൽ മന്ത്രി ഓഫീസിൽ നിന്ന് പുറത്തുപോയത് 2025 ഡിസംബർ 5 1 വർഷവും 10 മാസവും ആ ഫയൽ ബാലഗോപാലിന്റെ ഓഫീസിൽ തന്നെ ഇരുന്നു. ഒടുവിൽ ബെക്കാടി കമ്പനിയുടെ ഈ ആവശ്യം അംഗീകരിക്കാതെ ആ ഫയൽ മടക്കി. അതോടെ ഫയൽ കോൾഡ് സ്റ്റോറേജിലായി. ഇനി 2026 മെയ് 18 സാക്ഷാൽ വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അതിന്റെ തൊട്ടുപിറ്റേന്ന്, അതായത് 2026 മാർച്ച് 19 ഈ ഫയലിന് വീണ്ടും അനക്കം വെക്കുന്നു. 2026 മെയ് 19 ഉച്ചയ്ക്ക് 11:41 ടാക്സ് ബിയിലെ അസിസ്റ്റന്റ് VS ദീപയുടെ കയ്യിൽ നിന്ന് ഫയൽ സെക്ഷൻ ഓഫീസർ MP മഞ്ജുഷയ്ക്ക്. അതിന്റെ പിറ്റേന്ന് മെയ് 21 പിന്നെ ആ ഫയൽ ഒരു വലിയ ചാട്ടമാണ് ചാടുന്നത്. മെയ് 21 ഉച്ചയ്ക്ക് 3:31 MP മഞ്ജുഷ മേപ്പടി ഫയൽ ഡെപ്യൂട്ടി സെക്രട്ടറി M രജനിക്ക് കൈമാറി. 5-ാമത്തെ മിനിറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആ ഫയൽ ജോയിന്റ് സെക്രട്ടറി K മനോജിന് കൈമാറി. 10 മിനിറ്റിനകം K മനോജ് ആ ഫയൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് കൈമാറി. വൈകുന്നേരം 6:33 KR ജ്യോതിലാൽ ആ ഫയൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൈമാറി. 2026 മെയ് 21 മുഖ്യമന്ത്രി കൈപ്പറ്റിയ ആ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുപോയത് ജൂൺ 14 ബജറ്റ് അവതരണത്തിന് 5 ദിവസം മുമ്പ് മാത്രം. നോക്കൂ, 2024 മാർച്ച് 6 വി.ഡി. സതീശൻ അഴിമതി ആരോപിച്ച ഫയലാണിത്. ആ ഫയൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ തൊട്ട് പിറ്റേന്ന് മുതൽ അനക്കം വയ്ക്കുന്നു. ക്ഷിപ്രവേഗത്തിൽ ആ ഫയൽ വി.ഡി. സതീശന്റെ മേശപ്പുറത്തെത്തുന്നു. ഈ ഫയൽ എത്രയും വേഗം പുട്ടപ്പ് ചെയ്യണമെന്ന നിർദ്ദേശം ടാക്സ് സെക്ഷൻ ബിയിലെ അസിസ്റ്റന്റ് VS ദീപയ്ക്ക് ആരാണ് കൈമാറിയത്? ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ ആ ഫയൽ 2026 മെയ് 19
പുട്ടപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു ചുവപ്പ് നാടയിലും കുരുങ്ങാതെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കണമെന്ന നിർദ്ദേശം ആരാണ് ഈ ടാക്സ് വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയത്? വെറും 3 മണിക്കൂറിനുള്ളിലാണ് ടാക്സ് ബിയിലെ സെക്ഷൻ ഓഫീസറുടെ ടേബിളിൽ നിന്ന് ഈ ഫയൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നത്. അതൊരു വെറും ഫയലല്ല. വി.ഡി. സതീശൻ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ഫയലാണ്. മുൻ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ തീരുമാനമെടുക്കാതെ തള്ളിക്കളഞ്ഞ പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ തൊട്ടു പിറ്റേന്ന് ഈ ഫയൽ കൃത്യമായി അനങ്ങി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയത്? ആ നിർദ്ദേശം എങ്ങനെയാണ് ബജറ്റിൽ ഇടം പിടിച്ചത്? കേരള സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ ഇത്ര വേഗം ഒരു ഫയൽ സഞ്ചരിച്ചിട്ടുണ്ടോ? 2-3 ആഴ്ച എടുത്താലും ഈ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്താവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്ര വേഗത്തിൽ ഈ ഫയൽ സഞ്ചരിച്ചിരിക്കണമെന്ന നിർദ്ദേശം ആരോ ഉന്നതങ്ങളിൽ നിന്ന് കൈമാറിയിരുന്നു എന്ന് ആ ഫയൽ ഓടിയ ഓട്ടവും ചാടിയ ചാട്ടവും കണ്ടാൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകാവുന്നതേയുള്ളൂ. മെയ് 21 മുതൽ ജൂൺ 14 വരെ ഈ ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അതിനുശേഷം ക്യാബിനറ്റ് മീറ്റിംഗുകൾ നടന്നിട്ടുണ്ട്, UDF യോഗങ്ങൾ നടന്നിട്ടുണ്ട്, എക്സൈസ് മന്ത്രിയെ വി.ഡി. സതീശൻ കണ്ടിട്ടുണ്ട്. ഇവരോട് ആരോടും ചർച്ച ചെയ്യാതെ, എക്സൈസ് മന്ത്രിയോട് ചർച്ച ചെയ്യാതെ, സ്വന്തം പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ താൻ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ച ഒരു ഫയലിൽ ഈ തരത്തിൽ തീരുമാനമെടുക്കാൻ വി.ഡി. സതീശനെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്തായിരുന്നു? ഇതൊരു സാധാരണ ഫയലല്ലെന്ന് നാം ആവർത്തിച്ച് ഓർമ്മിക്കണം. താൻ അഴിമതി ആരോപണം ഉന്നയിച്ച ഒരു ഫയലിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പൊതുജനം സംശയം ഉന്നയിക്കും എന്നറിയാത്തയാളല്ല വി.ഡി. സതീശൻ. തന്റെ പാർട്ടിയിലെ എതിർ ഗ്രൂപ്പുകൾ ഈ അവസരം മുതലാക്കുമെന്നറിയാത്ത ആളല്ല വി.ഡി. സതീശൻ. ഈ ഫയലിലെ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞ കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷ ഉപനേതാവായി സഭയിലുണ്ട് എന്നറിയാത്തയാളല്ല വി.ഡി. സതീശൻ. എന്നിട്ടും ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാണ് ഇത്ര വേഗത്തിൽ ഈ ഫയലിൽ വി.ഡി. സതീശൻ തീരുമാനമെടുത്തത്? എക്സൈസ് മന്ത്രിയോട് ചർച്ച ചെയ്യാതെ, സ്വന്തം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ, പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ കേരള ജനതയെ കൊണ്ട് പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ ബെക്കാടി കുടിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിൽ എന്തായിരുന്നു ചേതോവികാരം? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. ഭരണഘടനയോടും നിയമത്തോടും കൂറുപുലർത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ തന്റെ ആത്യന്തികമായ കൂറ് ബെക്കാടി കമ്പനിയോടാണെന്ന് സധൈര്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് ബെക്കാടി ഫയൽ ഇങ്ങനെ പറന്നത് ചരിത്രത്തിലെ മറ്റൊരു സംഭവത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്യൂബൻ വിപ്ലവത്തിന് ശേഷം ആ നാട്ടിലെ എല്ലാ മദ്യക്കമ്പനികളും ദേശസാൽക്കരിക്കാൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ ദേശസാൽക്കരിക്കപ്പെട്ട കമ്പനികളിൽ ഒന്നായിരുന്നു ഹവാന ക്ലബ് റം എന്ന ബ്രാൻഡ്. അരജബാലെ എന്ന കുടുംബമായിരുന്നു ഈ കമ്പനിയുടെ ഉടമകൾ. കമ്പനി ദേശസാൽക്കരിക്കപ്പെട്ടതോടെ ഈ കുടുംബം ക്യൂബയിൽ നിന്ന് വിട്ടുപോയി. പിന്നാലെ അവരുടെ മദ്യ ബ്രാൻഡിന്റെ ട്രേഡ് മാർക്ക് കാലാവധി കഴിയുകയും ചെയ്തു. പിന്നീട് ക്യൂബൻ സർക്കാരും ഫ്രഞ്ച് കമ്പനിയായ പെർനോഡ് റെക്കാർഡും ചേർന്ന് ഹവാന ക്ലബ് എന്ന ബ്രാൻഡിൽ മദ്യം ആഗോള വിപണിയിൽ വിൽക്കാൻ ആരംഭിച്ചു. ഇതിനിടെ ബെക്കാടി കമ്പനി ഈ അരജബാലെ കുടുംബത്തിൽ നിന്ന് ഹവാന ക്ലബ് റം എന്ന ബ്രാൻഡിന്റെ അവകാശം വിലയ്ക്ക് വാങ്ങി. അവരും അതേ ബ്രാൻഡിൽ മദ്യം US-ൽ വിൽക്കാൻ തുടങ്ങി. അതോടെ അതൊരു വലിയ നിയമയുദ്ധത്തിന് വഴിതെളിച്ചു. പെർനോഡ് റെക്കോർഡ് നേരത്തെ ഹവാന ക്ലബ് റം എന്ന പേരിൽ തന്നെ മദ്യം US-ൽ വിൽക്കുകയാണ്. അവർ ആ മദ്യം ആ പേരിൽ വിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ബെക്കാടി കമ്പനിയും അതേ ബ്രാൻഡ് മദ്യം വിപണിയിൽ ഇറക്കിയത്. സ്വാഭാവികമായും ആ നിയമയുദ്ധത്തിൽ തങ്ങളുടെ ഭാഗം ജയിക്കില്ല എന്ന് ബെക്കാടി കമ്പനിക്ക് ബോധ്യമായി. അങ്ങനെ അവർ അവരുടെ ലോബിയിങ് മിടുക്ക് പുറത്തെടുത്തു. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാരെ സ്വാധീനിക്കാൻ കമ്പനി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് അവർ ഒരു നിയമം കൊണ്ടുവന്നു. ക്യൂബൻ സർക്കാർ പിടിച്ചെടുത്ത കമ്പനികളുടെ ട്രേഡ് മാർക്കിന് അമേരിക്കയിൽ നിയമസാധുത ഉണ്ടായിരിക്കുന്നതല്ല എന്നായിരുന്നു പാസാക്കപ്പെട്ട പുതിയ നിയമം. ഒറ്റ രാത്രി കൊണ്ടാണ് അവർ ഈ നിയമം പാസാക്കിയെടുത്തത്. അങ്ങനെ ഹവാന ക്ലബ് എന്ന ബ്രാൻഡിൽ പെർനോഡ് റെക്കോർഡ് എന്ന ഫ്രഞ്ച് കമ്പനി US-ൽ മദ്യം വിൽക്കുന്നത് തടയാൻ ബെക്കാടിക്ക് കഴിഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടാണ് അവർ ഈ നിയമം സെനറ്റിൽ പാസാക്കിയെടുത്തത്. അത്രയ്ക്കായിരുന്നു ബെക്കാടി കമ്പനിയുടെ ലോബിയിങ് മിടുക്ക്. അങ്ങനെ ഒരു കമ്പനി കളത്തിൽ ഇറങ്ങി കളിച്ചാൽ ദീപയുടെയും മഞ്ജുഷയുടെയും രജനിയുടെയും മനോജിന്റെയും ടേബിളിൽ നിന്ന് അവരറിയാതെ തന്നെ ആ ഫയൽ പറന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ടേബിളിലെത്തും. ദൈവവും KC വേണുഗോപാലും M. ലിജുവും അറിയാതെ ബെക്കാടിയുടെ പ്രപ്പോസൽ ബജറ്റ് പ്രഖ്യാപനമായി മാറുകയും ചെയ്യും. ഡു വാട്ട് മൂവ്സ് യു എന്നാണ് ബെക്കാടിയുടെ പരസ്യ ക്യാമ്പയിൻ. നിങ്ങളെ ചലിപ്പിക്കുന്നത് എന്തോ അത് ചെയ്യൂ എന്ന് ഏകദേശ മലയാളം. ശരവേഗത്തിൽ വി.ഡി. സതീശനെ കൊണ്ട് ഈ ഫയൽ ചലിപ്പിക്കാൻ ബെക്കാടി എന്ത് ചെയ്തു എന്ന് VM സുധീരനെങ്കിലും അന്വേഷിക്കട്ടെ.